യെസ്, ജീവപര്യന്തം തടവാണ് വിചാരണ കോടതി കേതൽ ജിൻസൺ രാജയ്ക്ക് വിധിച്ചിരിക്കുന്നത്. 12 ലക്ഷം രൂപ പിഴത്തുക ഒടുക്കണം. ആ തുക അമ്മയുടെ സഹോദരൻ ജോസിന് നൽകാനാണ് കോടതി നിർദ്ദേശിച്ചത്. കൂട്ടക്കൊലയിലെ ജീവിക്കുന്ന രക്തസാക്ഷിയാണ് ജോസ് എന്ന് കോടതി പറയുന്നു. എല്ലാ കേസുകളിലുമായി 26 വർഷം ആണ് ആകെ തടവായി ഈ പ്രതി അനുഭവിക്കേണ്ടി വരുന്നത്. ഉറപ്പായും പ്രോസിക്യൂഷൻ ഇക്കാര്യത്തിൽ ഭിന്നാഭിപ്രായം കാണും എന്ന് തന്നെയാണ് ഈ ഘട്ടത്തിൽ മനസ്സിലാക്കാൻ കഴിയുന്നത്. ഒരുപക്ഷെ ഇയാൾ വിചാരണ തടവിൽ 8 വർഷം നേരത്തെ കിടന്നതുകൊണ്ട് അതുകൂടെ കുറഞ്ഞാൽ 18 വർഷമേ ഇനി ഒരു പക്ഷേ ശിക്ഷയിലുള്ളൂ എന്നതാണ് ഈ ഘട്ടത്തിൽ വരുന്ന വിവരം. വിചാരണ കോടതി അതാണ് ഇപ്പോൾ വിധിച്ചിരിക്കുന്നത്. അതിൻ്റെ മറ്റു പശ്ചാത്തലം എന്തൊക്കെയാണ് എന്നത് ഒരു പക്ഷേ വിശദമായ ജഡ്ജ്മെൻറ്റ് പരിശോധിച്ചാൽ മാത്രമേ അറിയൂ. നേരത്തെ ഈ പ്രതിക്കെതിരായ മുഴുവൻ കുറ്റങ്ങളും സംശയാതീതമായി വിചാരണ കോടതിയിൽ തെളിയിക്കപ്പെട്ടിട്ടുള്ളതാണ്. കൊലപാതകം, അതിൽ നടത്തിയ ഗൂഢാലോചന ഒക്കെ തെളിയിക്കപ്പെട്ടിട്ടുള്ളതാണ്. പക്ഷേ അതിൽ പരമാവധി ശിക്ഷ തന്നെ നൽകണം എന്ന പ്രതിഭാഗം ആവശ്യപ്പെടുകയും പ്രോസിക്യൂഷൻ ആവശ്യപ്പെടുകയും ചെയ്തതാണ്. അതിനെ പ്രതിഭാഗം കോടതിയിൽ എതിർത്തു. ഏതൊക്കെയാണ് അതിൽ ആ എതിർപ്പിൽ ശിക്ഷയിന്മേലുള്ള വാദത്തിൽ നടന്ന സംഗതികളിൽ എന്തൊക്കെയാണ് വിചാരണ കോടതി കൂടുതലായി പരിഗണിച്ചിട്ടുള്ളത് എന്നതാണ് ഇനി അറിയേണ്ടത്. അതുതന്നെയാണ് ഇതിൽ നിർണായകമാവുകയും ചെയ്തത്. അപ്പോൾ നന്ദൻകോട് കൂട്ടക്കൊലപാതകം 4 പേരെ, അമ്മയും അച്ഛനും സഹോദരിയും ഒരു ബന്ധുവും ഉൾപ്പെടെ 4 പേരെ കൊന്ന കേസിലാണ് പ്രതി കേതൽ ജിൻസൺ രാജയ്ക്ക് ജീവപര്യന്തം വിധിച്ചിരിക്കുന്നത്. 26 വർഷം തടവ്, അതിൽ 8 വർഷം അയാൾ ഇതിനോടകം ജയിലിൽ കഴിഞ്ഞതുകൊണ്ടാകാം അത് കുറച്ച് 18 വർഷമാണ് ഇനിയും ഇയാൾ ശിക്ഷ അനുഭവിക്കേണ്ടി വരുന്നത്. ഷഫീദ് തുടരുന്നുണ്ട്. ഷഫീദ്, ഇതിൽ ഒരുപക്ഷെ എനിക്ക് തോന്നുന്നത് പ്രോസിക്യൂഷന് ആക്ഷേപങ്ങളുള്ള ഒരു ശിക്ഷാവിധിയാകാനാണ് സാധ്യത ഇപ്പോൾ വന്നിട്ടുള്ളത്. മേൽക്കോടതിയെ സമീപിക്കുന്നത് ഉൾപ്പെടെയുള്ള തുടർ നടപടിയിലേക്ക് ഉറപ്പായും പ്രോസിക്യൂഷൻ പോകാൻ തന്നെയാണല്ലോ സാധ്യത. പ്രതികരണങ്ങൾ കിട്ടിയിട്ടില്ല, വരാനിരിക്കുന്നതേ ഉള്ളൂ. ജഡ്ജ്മെൻറ്റിൻ്റെ വിവരങ്ങളും കൂടുതൽ നമുക്ക് മനസ്സിലാക്കേണ്ടതുണ്ട്. പ്രാഥമികമായി നോക്കുമ്പോൾ പ്രോസിക്യൂഷന് മേൽക്കോടതിയെ പോകാൻ തന്നെ പ്രോസിക്യൂഷന് മേൽക്കോടതിയെ പോകേണ്ടി വരും അല്ലേ? ഉറപ്പായിട്ടും, കാരണം പ്രോസിക്യൂഷൻ ഇതിൽ കൂടുതൽ പ്രതീക്ഷിച്ചിരുന്നു എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. കാരണം ഈ പ്രതിയെ ഏതെങ്കിലും തരത്തിൽ റീഹാബിലിറ്റേറ്റ് ചെയ്യാൻ, അതായത് പുനരധിവസിപ്പിക്കാൻ കഴിയില്ല. മാനസിക പുനരധിവാസം സാധ്യമല്ല. കാരണം അത്രത്തോളം ക്രൂരതയാണ് ഇയാൾ ചെയ്തത്. അതായത് ഈ ശിക്ഷാവിധിയിലെ വാദപ്രതിവാദം നടക്കുമ്പോൾ ഒരു ഘട്ടത്തിൽ പ്രോസിക്യൂഷൻ പറഞ്ഞൊരു കാര്യമുണ്ട്. നിങ്ങൾ തന്നെ പറയുന്നുണ്ട്, പ്രതിഭാഗം തന്നെ പറയുന്നു, പ്രതി ഇൻട്രോവേർട്ടാണ്, അതല്ലെങ്കിൽ പ്രതി സമൂഹത്തിൻ്റെ വ്യവസ്ഥകളിൽ നിന്നുണ്ടായിട്ടുള്ള ഒരു കുറ്റവാളിയാണ്. അങ്ങനെയെങ്കിൽ അതേ പ്രതിയെ സമൂഹത്തിലേക്ക് തിരിച്ചയക്കുമ്പോൾ വീണ്ടും അയാൾ ക്രൈം കമ്മിറ്റ് ചെയ്യാൻ സാധ്യതയില്ലേ എന്ന ശിക്ഷാവിധിയിൽ വാദം നടക്കുമ്പോൾ പ്രോസിക്യൂഷൻ ചോദിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അപ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാം. ഇന്നലെ പ്രോസിക്യൂട്ടറായിട്ടുള്ള ദിലീപ് സത്യൻ മാധ്യമങ്ങളെ കണ്ടപ്പോഴൊക്കെ അദ്ദേഹം പറഞ്ഞത് പരമാവധി ശിക്ഷ അത് അപൂർവങ്ങളിൽ അപൂർവമായ കേസാണ്. ഏതെങ്കിലും തരത്തിൽ 1, 2, 3, 4 കൊലപാതകം നടത്തി എന്നുള്ളതല്ല. ആ കൊലപാതകത്തിന് തീവ്രത ഏറുന്നത് അച്ഛൻ, അമ്മ എന്നിവരെ ക്രൂരമായി കൊലപ്പെടുത്തുന്നു, സഹോദരിയെ ക്രൂരമായി കൊലപ്പെടുത്തുന്നു, അന്ധയായ പ്രായാധിക്യമുള്ള ആശ്രിതയായി കഴിഞ്ഞ ഒരു ബന്ധുവായിട്ടുള്ള ഒരാളെ കൂടി കൊലപ്പെടുത്തുന്നു. ആ ബന്ധുവിൽ നിന്ന് ഇയാൾ ഒരാഴ്ച മുൻപ് പണം സഹായമായി വാങ്ങുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ഫാക്ടേഴ്സ് എല്ലാം പരിഗണിക്കണം. മാത്രവുമല്ല, പ്രതി ഈ കുറ്റകൃത്യം കമ്മിറ്റ് ചെയ്ത രീതി പരിഗണിക്കണം, ആസൂത്രണ സ്വഭാവം പരിഗണിക്കണം, രക്ഷപ്പെടാനുള്ള ശ്രമങ്ങൾ പരിഗണിക്കണം, ആസ്ട്രൽ പ്രൊജക്ഷൻ എന്ന നുണക്കഥ പറഞ്ഞ് ഈ പോലീസിൻ്റെ കണ്ണ് വെട്ടിക്കാനുള്ള ശ്രമം നടത്തിയത് അത് പരിഗണിക്കണം. അങ്ങനെ എല്ലാം പരിഗണിക്കണമെന്ന് പ്രോസിക്യൂഷൻ ആവർത്തിച്ച് പറഞ്ഞത് പ്രതിക്ക് ഒരു പക്ഷേ ഡെത്ത് പെനാൽറ്റി തന്നെ കിട്ടും എന്നുള്ളൊരു പ്രതീക്ഷയിലായിരുന്നു. അത്രയും ശക്തമായിരുന്നു പ്രോസിക്യൂഷൻ്റെ വാദവും. ഒരു പക്ഷേ പ്രോസിക്യൂഷൻ്റെ ലൈറ്റർ വേർഷനായി ഇതിനെ കണ്ടാൽ പോലും ഉന്നത കോടതിയിലേക്ക് പ്രോസിക്യൂഷൻ പോകും എന്നുള്ള കാര്യം നമുക്ക് സംശയം വേണ്ട. കാരണം അത്രയധികം സാഹചര്യ തെളിവുകൾ ഉണ്ടായിരുന്നു, ഫോറൻസിക് എവിഡൻസുകൾ ഉണ്ടായിരുന്നു, കൃത്യമായ സാക്ഷിമൊഴികൾ ഉണ്ടായിരുന്നു. ഈ ക്രൈം കമ്മിറ്റ് ചെയ്തത് ഇയാളാണ് എന്ന് തെളിയിക്കാൻ എല്ലാ സർക്കംസ്റ്റൻഷ്യൽ എവിഡൻസും പോലീസ് കളക്ട് ചെയ്തിരുന്നു. അത് പ്രോസിക്യൂഷൻ കൃത്യമായി തന്നെ കോടതിയിൽ അവതരിപ്പിച്ചതുമാണ്. എന്നിട്ടും അത് ജീവപര്യന്തത്തിലേക്ക് മാറാനുള്ള കാരണം അതെന്തുകൊണ്ട് കോടതി ആ രീതിയിൽ പരിഗണിച്ചു എന്ന് സ്വാഭാവികമായും പ്രോസിക്യൂഷൻ ചോദ്യം ഉയർത്തും. അത് ഉന്നത കോടതിയിലായിരിക്കും ചോദ്യം ഉയർത്തുക എന്നുള്ളതും ശ്രദ്ധേയം. ഏതെങ്കിലും തരത്തിൽ അത് ആ ഉത്തരവിൽ മാത്രമായിരിക്കും വിജയകുമാർ ഉണ്ടാവുക. ഏതെങ്കിലും തരത്തിൽ ഈ പ്രതിയുടെ മാനസികാരോഗ്യ ബുദ്ധിമുട്ടുകൾ അതല്ലെങ്കിൽ മാനസികാരോഗ്യ പ്രശ്നങ്ങളുണ്ടെന്ന പ്രതിഭാഗം വാദം അത് കോടതി പരിഗണിക്കുമോ ഇല്ലയോ എന്നുള്ളതാണ് നിർണായകം. അങ്ങനെ പരിഗണിച്ചിട്ടുണ്ടെങ്കിൽ അതിന് മറ്റ് ചില ഡൈമെൻഷനുകൾ വരും. ശിക്ഷാവിധിയിൽ വാദം നടക്കുമ്പോൾ പോലും
നമ്മളുടെ ഈ പ്രതിഭാഗം ആവർത്തിച്ച് പറഞ്ഞത് മാനസികാരോഗ്യ വിദഗ്ധനായിട്ടുള്ള ഡോക്ടറുടെ വെള്ളക്കടലാസ് അല്ലാതെ മറ്റെന്തുണ്ട് പ്രോസിക്യൂഷന് എന്നുള്ളതാണ്. അത് കോടതി ആ രീതിയിൽ മുഖവിലേക്ക് എടുത്തിട്ടുണ്ടോ അവസാന ഘട്ടത്തിൽ, അവസാന മിനിറ്റിൽ എന്ന ഉത്തരവിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഏതായാലും നിലവിലിപ്പോൾ ഈ ശിക്ഷാവിധി, ജീവപര്യന്തം എന്നുള്ള ശിക്ഷാവിധി, കേതൽ ജിൻസൺ രാജ എന്ന് പറയപ്പെടുന്ന ക്രൂര കൊലപാതകങ്ങൾ, 4 കൊലപാതകങ്ങൾ, അരും കൊലപാതകങ്ങൾ, അതിൻ്റെ തീവ്രത വർദ്ധിക്കുന്നത്, കൊന്നത് അച്ഛനും അമ്മയും സഹോദരിയും അടുത്ത ബന്ധുവിനെ കൊലപ്പെടുത്തിയ ശേഷം 2 ദിവസം വീട്ടിൽ സൂക്ഷിച്ചു. 3-ാമത്തെ ദിവസം ആളുകളുടെ കണ്ണിൽ പൊടിയിടാൻ വേണ്ടി 5 പേർക്കുള്ള ഭക്ഷണം വാങ്ങി ഓർഡർ ചെയ്ത് വീട്ടിലിരുന്ന് ഭക്ഷണം കഴിച്ചു. അതിനുശേഷം കത്തിക്കാനുള്ള പലതരത്തിലുള്ള ശ്രമം, ആ ശ്രമം പാളിയപ്പോൾ വീണ്ടും നുണക്കഥകൾ കൊണ്ട് കൊട്ടാരമുണ്ടാക്കി. അതിനുശേഷം ഓടി രക്ഷപ്പെടാനുള്ള ശ്രമം നടത്തി. അങ്ങനെ എല്ലാ തരത്തിലും ക്രൈമിൽ നിന്ന് ഒളിച്ചോടാൻ, അല്ലെങ്കിൽ ക്രൈം കമ്മിറ്റ് ചെയ്തതിനു ശേഷം ശിക്ഷയിൽ നിന്ന് ഒളിച്ചോടാൻ ശ്രമിച്ച ഒരാളാണ്. അയാളെ ആ രീതിയിൽ തന്നെ കാണണമെന്നുള്ളത് പ്രോസിക്യൂഷന്റെ ഒരാവശ്യമായിരുന്നു. അല്പസമയത്തിനുള്ളിൽ പ്രോസിക്യൂട്ടർ അടക്കം, അന്വേഷണ ഉദ്യോഗസ്ഥരടക്കം കോടതിക്ക് പുറത്തേക്ക് വരികയും ചെയ്യും. വിജയകുമാർ.